എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. Super absorbent Hobbies diaper. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. മലപ്പുറം എടവണ്ണയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വനപാലകർ ആനയെ തുരത്തുന്നതിനിടയിലാണ് ദാരുണ സംഭവമുണ്ടായത്. വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ വൻ പ്രതിഷേധം. എടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ കാവിലടി പട്ടീരി വീട്ടിൽ കല്യാണിയമ്മ എന്ന 64-കാരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്ന കാട്ടാനയെക്കുറിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ വനം വകുപ്പിനോട് പരാതിപ്പെട്ടിരുന്നു. ഇന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് റെസ്പോൺസ് ടീമും ചേർന്ന് കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വനപാലകർ കാട്ടാനയെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ചും മറ്റും ഓടിക്കുന്ന വിവരമറിഞ്ഞ് വീടിന് സമീപത്തെ ചോലയിൽ കുളിക്കാൻ പോയ കുട്ടികളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോഴാണ് കല്യാണിയമ്മ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത്. ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചവിട്ടുകയുമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവസ്ഥലത്ത് കാട്ടാന ഇപ്പോഴുമുണ്ടെന്നും അതിനെ എത്രയും വേഗം തുരത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മക്കൾ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കല്യാണിയമ്മയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടമായതെന്ന് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഈ ചാത്തല്ലൂർ പ്രദേശത്ത്, എടവണ്ണ പഞ്ചായത്തിലെ ചാത്തല്ലൂർ പ്രദേശത്ത് ഏതാണ്ട് ഒരു 10-15 ദിവസമായി ആന ഇറങ്ങിയ ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ കൃത്യമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവിടെ ആന ഇറങ്ങിയ ഭീഷണിയൊക്കെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കുട്ടികൾ അവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കുട്ടികൾക്ക്. അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയത് അറിഞ്ഞ അമ്മ അവരെ തെരഞ്ഞു പോയതാണ്. കമ്പിക്കായം എന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ കുട്ടികൾ കുളിക്കാൻ പോയത് അറിഞ്ഞാണ്ട് അവിടെ തെരഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ മേലെന്ന് ഫോറസ്റ്റുകാർ ആന ഇറങ്ങിയത് അറിഞ്ഞ് ഇന്ന് രാവിലെ തൊട്ട് ഫോറസ്റ്റുകാരുണ്ട്. അവര് വെടിവെച്ച് താഴത്തേക്ക് ആന ഓടി വന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. ആ സമയത്താണ് അമ്മയുടെ മുന്നിൽ പെടുന്നത്. അങ്ങനെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. 64 വയസ്സുള്ള കല്യാണി പട്ടീരി എന്നവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ 42-ലേറെ പേരാണ് ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. എ+ വിഷൻ എടവണ്ണ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ.